ഹായ്. നമ്മുടെ വീട്ടിലൊക്കെ ഇടയ്ക്കൊക്കെ ചോറ് ബാക്കി വരാറില്ലേ? അപ്പോൾ നമുക്ക് ആ ബാക്കി വന്ന ചോറ് കൊണ്ട് ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ? മുറുക്ക്. അതാണ് കേട്ടോ ഞാൻ ഇന്ന് പവിത്രക്കൂട്ടിൽ ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു 2 കപ്പ് ചോറും 1 കപ്പ് അരിപ്പൊടിയും 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ കറുത്ത എള്ളും 1/2 ടീസ്പൂൺ മുളക് പൊടിയുമാണ് എടുത്തിരിക്കുന്നത്. ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഈ ചോറ് ഇട്ട് കൊടുക്കുക. അത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് അരച്ചെടുക്കുന്നത് നന്നായിരിക്കും. ഈ അരച്ചെടുത്ത മാവിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും 1 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ എള്ളും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലവണ്ണം കുഴച്ചെടുക്കുക. കുഴയ്ക്കുമ്പോൾ കയ്യിലൊന്നും പറ്റാതിരിക്കാൻ കുറച്ച് എണ്ണ തടവി കുഴച്ചെടുക്കുന്നത് നന്നായിരിക്കും. മുറുക്കിൻ്റെ അച്ച് ഒരു സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ അകത്ത് സ്വല്പം എണ്ണ തടവി കൊടുക്കുന്നത് നന്നായിരിക്കും. ഇനി അതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കാം. അത് ഒരു ബട്ടർ പേപ്പറിലേക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ചുറ്റിച്ച് എടുക്കാവുന്നതാണ്. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. മീഡിയം ഫ്ലെയിമിലാണ് വച്ചിരിക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനി തിരിച്ചും മറിച്ചുമിട്ട് നോക്കുന്നത് വരെ ചെയ്തു കൊടുക്കുക. അതിന് പതയെല്ലാം പോയിട്ട് ഒട്ടും പതയില്ലാത്ത വരുന്ന സമയത്താണ് അത് നമുക്ക് മൂത്തതെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ അത് എണ്ണയിൽ നിന്നും കോരി മാറ്റാവുന്നതാണ്. അടുത്തതും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ മുറുക്കും റെഡി ആയിട്ടുണ്ട്. ഇവിടെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ മുറുക്ക്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.